കോൺഗ്രസ് പാർട്ടിക്കും നേതൃനിരയ്ക്കും ലേശം പോലും ഉളുപ്പുണ്ടോ എന്നാണ് അണികൾ ഇപ്പോൾ പരസ്യമായി ചോദിക്കുന്നത്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ പരസ്യമായി അധിക്ഷേപിച്ചിട്ടും PV അൻവറിനെ ഒപ്പം കൂട്ടാനാണ് UDF ശ്രമം നടത്തുന്നത്. പരാജയഭീതിയാണ് UDFിനെ ഈ ഗതികേടിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. UDFിനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പശ്ചാത്തലത്തിൽ അൻവർ രൂക്ഷ വിമർശനമായിരുന്നു നടത്തിയിരുന്നത്. എന്നിട്ടും അൻവറിനോട് മമത പുലർത്താൻ കാരണം അൻവർ വന്നാൽ വോട്ട് നേട്ടമുണ്ടാകുമെന്ന മനക്കോട്ടയാണ് ഇതിനു പിന്നിൽ. പക്ഷേ ഇപ്പോൾ അൻവറിന്റെ കടന്നാക്രമണത്തിൽ ഉലഞ്ഞ അവസ്ഥയിലാണ് UDF. നിലവിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ചില വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയപ്പോൾ തന്നെ ഇത് പ്രതിഫലിച്ചതുമാണ്. കോൺഗ്രസിൽ തന്നെ അൻവറിനെ ചൊല്ലി ഇപ്പോൾ രണ്ടഭിപ്രായമാണ് ഉയർന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ തള്ളി മുൻ KPCC അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യം. എന്തായാലും അൻവർ UDFിൽ വേണമെന്നാണ് K സുധാകരന്റെ നിലപാട്. അൻവറിനെ മുന്നണിയിലെടുക്കാൻ ലീഗിന് താല്പര്യമുണ്ട്. ഘടകകക്ഷിയാക്കാൻ തീരുമാനിക്കേണ്ടത് പ്രതിപക്ഷ നേതാവുമല്ലെന്നുമാണ് സുധാകരൻ ഇപ്പോൾ തന്നെ വെടിപൊട്ടിച്ചിരിക്കുന്നത്. സുധാകരൻ അൻവറിനായി രംഗത്തിറങ്ങിയതോടെ UDFിനുള്ളിൽ ഒരു പൊട്ടിത്തെറിക്ക് തന്നെ കളമൊരുങ്ങി കഴിഞ്ഞു. അൻവറിന് UDFിൽ പിന്തുണ ലഭിക്കുക ലീഗിൽ നിന്ന് മാത്രമാണെന്നതും സത്യമാണ്. എന്തായാലും UDF പ്രവേശനം അൻവർ സാധ്യമാക്കിയാൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു എതിരഭിപ്രായം പറയുകയില്ലെന്ന് പറയാൻ തന്നെ ഒരു നേതാക്കളും പ്രത്യേകിച്ച് ഒരു ഉറപ്പ് നൽകിയിട്ടുമില്ല. ഫലത്തിൽ UDFിന് കൈച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ്.